മാന്നാർ കല കൊലപാതക കേസിൽ കലയുടെ സഹോദരൻ അനിൽകുമാർ ഉറപ്പിച്ചു പറയുന്നു, തന്റെ സഹോദരിയെ കൊന്നത് ഭർത്താവ് അനിൽകുമാർ ഒറ്റയ്ക്കല്ല. അവൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഈ കൊലപാതകം ചെയ്തതും അവൻ ഒറ്റയ്ക്കല്ല. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള പരിപാടി ഗൂഢാലോചന ചെയ്താണ് ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്ത് മാറ്റാൻ, ഒരുപക്ഷെ എന്നല്ല, അത് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും. അത് സത്യമാണ്. ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല. സെപ്റ്റിക് ടാങ്കിൽ കല്ല് പോലും ഭസ്മമാക്കുന്ന കെമിക്കൽ ഇട്ടിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കിൽ ഒരു നാൾ വന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇന്നുവരെയും ഒരു സെപ്റ്റിക് ടാങ്കിൽ പോലും ഇതുപോലെ ഇത്രയും ദ്രാവകം കണ്ടിട്ടില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്ക് ദേഹം മുഴുവനും ചൊറിച്ചിലായിരുന്നു. കാരണം കല്ല് പോലും ഭസ്മമായി പോകുന്ന രീതിയിലുള്ള കെമിക്കലാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അനിൽകുമാർ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കാൻ അറിയാം. അവൻ അതുപോലുള്ള ആളാണ്, അതുപോലുള്ള ആരോഗ്യമുണ്ട്. ഒരു മേശിരിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് പൊട്ടിക്കാനൊക്കെ ഈസിയാണ്. ഒരു IPS ഉദ്യോഗസ്ഥ ഒന്നും കാണാതെ കൊലപാതകം എന്ന് പറയില്ല. കിട്ടിയത് ബോഡിയുടെ ഭാഗമായതുകൊണ്ടാണല്ലോ SP തർപ്പിച്ച് തന്നെ പറഞ്ഞത്. ഉമ്മാതെ ഒരു IPS ഉദ്യോഗസ്ഥ അങ്ങനെ പറയത്തില്ലല്ലോ. ആ മേഡം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരീരഭാഗത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടാതെ ആ ബഹുമാനപ്പെട്ട SP മേഡം അങ്ങനെ പറയത്തില്ല. പരാതിക്കാരനും സാക്ഷിയുമായ സുരേഷ് കുമാറിന് കൃത്യത്തിൽ പങ്കുണ്ട്. പ്രതികളായ എല്ലാവരെയും താൻ കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടത്. ഇപ്പോൾ സാക്ഷിയായിട്ട് നിൽക്കുന്ന സുര പറയുന്നത്, അവനെ വിളിച്ച് ഇത് മറവ് ചെയ്യാനായിട്ട് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവന് എനിക്ക് കൊലപാതകത്തിന് കൂട്ടിരിക്കാനൊക്കത്തില്ല എന്നവൻ പറഞ്ഞു. കല മരിച്ചു കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ഇഞ്ചി പോരുകയും ചെയ്തെന്ന് പറഞ്ഞു. അവൻ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ല? അപ്പോൾ അവൻ പറഞ്ഞ ഒരു വാക്കിതാണ്, അവനെ ഭീഷണിപ്പെടുത്തിയെന്ന്. കൂടപ്പറപ്പിനെ പോലാണ് ഞാൻ ഇവരെല്ലാം കണ്ടത്. കാരണം സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് അവരെ സംശയിക്കാൻ ഒക്കത്തില്ല. അതാണ് നമുക്ക് പറ്റിപ്പോയൊരു തെറ്റ്. മാന്നാർ കല കൊലപാതക കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ മാസം 8-ാം തീയതി വരെയാണ് കസ്റ്റഡി കാലാവധി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.